ഹായ്, ഹലോ. എല്ലാ ചങ്കുകൾക്കും നമസ്കാരമുണ്ട് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ മലബാർ ബാണിയൻ മട്ടൻ ദം ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം സവാള നൈസായി അരിഞ്ഞതും തക്കാളിയും എടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച അരപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി, നാരങ്ങാനീര്, പിന്നെ ഫ്രഷ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർക്കാം. അടുത്തതായി മഞ്ഞൾപ്പൊടിയും നമ്മുടെ സ്പെഷ്യൽ ബാണിയൻ മസാലപ്പൊടിയും പിന്നെ തൈരും പാകത്തിന് ഉപ്പും ഇച്ചിരി പഞ്ചസാരയും ചേർത്ത് നന്നായി മസാല പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമ്മൾ പച്ചയ്ക്കാണ് ചെയ്യുന്നത്, പക്ഷേ മട്ടൻ ആയതുകൊണ്ട് ഒന്ന് തിളപ്പിക്കണം എന്ന് മാത്രം. അതേസമയം തന്നെ നമ്മുടെ ജീരകശാല അരി കഴുകി വൃത്തിയാക്കി അതും 1 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. മട്ടൻ നന്നായി ഒന്ന് തിളപ്പിച്ച ശേഷം വേവിച്ചെടുത്ത അരി അതിലേക്ക് ചേർത്ത് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ, നിങ്ങൾ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ സെക്ഷനിൽ ലിങ്ക് ഉണ്ടാകും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യൂ, ഞാൻ അയച്ചു തരുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാ ചങ്കുകൾക്കും ഒത്തിരി സ്നേഹം. നന്ദി. നമ്മുടെ സ്പെഷ്യൽ മലബാർ ബാണിയൻ മട്ടൻ ദം ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം സവാള നൈസായി അരിഞ്ഞതും തക്കാളിയും എടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച അരപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി, നാരങ്ങാനീര്, പിന്നെ ഫ്രഷ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർക്കാം. അടുത്തതായി മഞ്ഞൾപ്പൊടിയും നമ്മുടെ സ്പെഷ്യൽ ബാണിയൻ മസാലപ്പൊടിയും പിന്നെ തൈരും പാകത്തിന് ഉപ്പും ഇച്ചിരി പഞ്ചസാരയും ചേർത്ത് നന്നായി മസാല പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമ്മൾ പച്ചയ്ക്കാണ് ചെയ്യുന്നത്, പക്ഷേ മട്ടൻ ആയതുകൊണ്ട് ഒന്ന് തിളപ്പിക്കണം എന്ന് മാത്രം. അതേസമയം തന്നെ നമ്മുടെ ജീരകശാല അരി കഴുകി വൃത്തിയാക്കി അതും 1 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. മട്ടൻ നന്നായി ഒന്ന് തിളപ്പിച്ച ശേഷം വേവിച്ചെടുത്ത അരി അതിലേക്ക് ചേർത്ത് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ, നിങ്ങൾ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ സെക്ഷനിൽ ലിങ്ക് ഉണ്ടാകും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യൂ, ഞാൻ അയച്ചു തരുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാ ചങ്കുകൾക്കും ഒത്തിരി സ്നേഹം. നന്ദി.